ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, അതായത് സിനിമയിലെ പരമോന്നതമായ പുരസ്കാരമാണ് ഈ അവാർഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്വന്തം മോഹൻലാലിന് ലഭിച്ചിരിക്കുകയാണ്. അതൊക്കെ പ്രേക്ഷകർ അറിഞ്ഞു കാണും. അദ്ദേഹത്തിന് അത് കിട്ടി, മമ്മൂട്ടിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് അദ്ദേഹത്തിന് നേരെ എന്തൊക്കെ സുടാപ്പികള്, ചീത്തവിളി, ബഹളം. ഇനി അദ്ദേഹത്തിന് ഇനി പറയാനൊന്നുമില്ല. പക്ഷേ മോഹൻലാലാണ് സ്വാഭാവികമായും എന്താ മോനെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ കൂളായിട്ട് തള്ളും. പിന്നെ ചില സമയത്ത് അദ്ദേഹത്തിന് പുച്ഛവും വരും. അത് ചിലവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അദ്ദേഹം മാധ്യമങ്ങൾക്കൊക്കെ ഇന്റർവ്യൂ എടുത്തു. തന്റെ അമ്മയാണ് ആദ്യം പോയി കണ്ടത്, പിന്നെ മാതാമൃതാനന്ദമതിയെ കണ്ടു, പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്. എനിക്ക് തോന്നുന്നില്ല മോഹൻലാലിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ സിനിമയിലുള്ള എല്ലാവരും വലിയ സന്തോഷത്തിലാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരുപാട് വിവാദങ്ങൾ മോഹൻലാലിനെതിരെ ഉയരുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു സ്ഥായിയായ ഭാവമുണ്ട്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുന്ന എല്ലാവർക്കും മാതൃകയാകേണ്ട ഒരു മനുഷ്യ ജന്മമാണ് അദ്ദേഹത്തെ. കാരണം അങ്ങനെ ഒരു ഭർത്താവിനെ എന്തുകൊണ്ട് കിട്ടിയില്ല, അങ്ങനെ ഒരു മകനെ എന്തുകൊണ്ട് കിട്ടിയില്ല, അങ്ങനെ ഒരു സഹോദരനെ എന്തുകൊണ്ട് കിട്ടിയില്ല, അങ്ങനെ ഒരു അച്ഛനെ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊക്കെ ഒരുപാട് മലയാളികൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. കവിയർ പൊന്നമ്മയോടൊക്കെ ഭയങ്കര അസൂയ തോന്നിയ ഒരു കാലഘട്ടമൊക്കെ പല അമ്മമാർക്കും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിന്റെ സഹോദര വേഷങ്ങൾ പലപ്പോഴും പല സഹോദരിമാർക്കും വലിയ അസൂയ തോന്നിയിട്ടുണ്ട്. ലാലിനെ പോലെ ഒരു മകനെ കിട്ടാത്തത് എന്ന് ചോദിക്കുന്ന അമ്മമാർ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ മോഹൻലാൽ എന്ന് പറയുന്ന സർവകലാ വല്ലഭൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ നെഗറ്റീവ് ഇല്ലാത്ത മനുഷ്യരില്ല, എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല. മോഹൻലാലിൻ്റെതായ വീക്ക്നെസ്സുകളുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ചില തെറ്റുകളുണ്ട്, അദ്ദേഹത്തിൻ്റെതായ പല കുറവുകളും ഉണ്ടാകാം. പക്ഷേ ഒരു മനുഷ്യൻ എന്താ പറയുക, അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഇപ്പോൾ വിജയങ്ങളെ വലുതായി ആഘോഷിക്കാത്ത, പരാജയങ്ങളിൽ വലിയ രീതിയിൽ സങ്കടപ്പെടാത്ത ഒരു മനുഷ്യൻ, അതാണ് മോഹൻലാൽ. എന്താണ് മോഹൻലാലിന് ഇവിടെ കാര്യം എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ മാധ്യമങ്ങളൊക്കെ കൂടി മോഹൻലാലിനെ വളഞ്ഞു. എനിക്കൊന്ന് എയർപോർട്ടിൽ അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തെ എല്ലാം കൂടി വളഞ്ഞ് അദ്ദേഹത്തിന്റെ ആദ്യ അഭിപ്രായമൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ്. കാരണം അടൂർ ഗോപാലകൃഷ്ണന് ശേഷം മലയാളത്തിലേക്ക് പിന്നെ ഈ അവാർഡ് കൊണ്ടുവരുന്നത് ലാലേട്ടനാണ്. അപ്പോൾ സ്വാഭാവികമായും മോഹൻലാലിന് അതിന്റെ ഒരു വലിയ സന്തോഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കഴിഞ്ഞ ദിവസം ഏതോ കുറെ സുഡാപ്പി നാറുകൾ ഇട്ടേക്കുന്നത് കണ്ടു. പിന്നെ മേജർ രവി കേന്ദ്രത്തിൽ പറഞ്ഞിട്ടാണ് ദാദാ സാഹിബ് അവാർഡ് മോഹൻലാലിന് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞാൽ സുഡാപ്പികളെ നിനക്കൊക്കെ വിവരമില്ലാതെ പോയതിന് നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം മമ്മൂക്കയും മോഹൻലാലും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയും കുശുമ്പുകളില്ല. രണ്ടുപേരുടെ വളർച്ചയിലും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിക്കുന്നവരാണ്. ആദ്യം നീയൊക്കെ അത് മനസ്സിലാക്ക്. എവിടെയെങ്കിലും ഇരുന്ന് മോഹൻലാലിന് അവാർഡ് കിട്ടുമ്പോൾ ഞങ്ങളുടെ മമ്മൂക്കയ്ക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മോഹൻലാൽ ഫാൻസിനോട് കൂടിയാണ് കേട്ടോ. നിങ്ങൾ മമ്മൂക്കയ്ക്ക് കിട്ടുമ്പോൾ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി. പക്ഷേ എന്തിനാണ് ലാലേട്ടനെയൊക്കെ നിങ്ങൾ തെറിയും വിളിക്കുന്നതും നിങ്ങളിങ്ങനെ സംഘിപ്പട്ടമൊക്കെ ചാർത്തി കൊടുക്കുക? ലാലേട്ടൻ എവിടെയെങ്കിലും, നിങ്ങൾ ഇന്ന് BJP-കാരനാണ് മോഹൻലാൽ എന്ന് പറയുമ്പോൾ നാളെ അദ്ദേഹം പിണറായി വിജയന്റെ വേദിയിൽ നിൽക്കും. ഇനി പിണറായി വിജയന്റെ പിന്നെ എന്താ പറയുക ആളാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ മറ്റൊന്ന് അദ്ദേഹം VD സതീശന്റെ വേദിയിൽ കാണും. കാരണം അദ്ദേഹം ഒരു നടനാണ്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്നുള്ളത് എവിടെയെങ്കിലും ഞാനൊരു BJP-കാരനാണെന്ന് മോഹൻലാൽ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ നാണം കെട്ട നാറികളായ സുഡാപ്പികള് അദ്ദേഹത്തെ ഇങ്ങനെ BJP-കാരനാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. യഥാർത്ഥ BJP-കാരായ സിനിമാ നടന്മാരെയൊക്കെ വിട്ടിട്ട് ഒരു പാർട്ടിയിലും എല്ലാ മനുഷ്യനും രാഷ്ട്രീയം ഉണ്ടാകും. അത് തുറന്നു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അവരവരുടെ രാഷ്ട്രീയത്തിൽ അവരവർക്ക് വിശ്വസിക്കാൻ പോലും അവകാശമില്ലെന്ന് പറഞ്ഞാൽ ഈ സുഡാപ്പികളൊക്കെ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും കാര്യത്തിലേക്ക് വരാം. മോഹൻലാലിന് അവാർഡ് കിട്ടി. മോഹൻലാൽ അവാർഡ് വാങ്ങാനുള്ള സന്തോഷത്തിൽ തയ്യാറെടുപ്പിലാണ്. അദ്ദേഹം ഒരുപാട് മീഡിയാസിനെയൊക്കെ വിളിച്ചിരുത്തി അദ്ദേഹം എന്താ പറയുക ബൈറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് എയർപോർട്ടിലാണ് അദ്ദേഹം വന്ന് ഇറങ്ങിയപ്പോൾ ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുകയാണ്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങിക്കാൻ പോകുന്നുണ്ടോ? അത്രയും ദൂരം ഇല്ലേ, പോകുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിന്നെ പോവാതെ അവാർഡ് തന്നത് വാങ്ങാനല്ലേ, അത് നിരസിക്കാനല്ലല്ലോ, പിന്നെ ഞാനത് പോകാതെ. എന്ത് ചോദ്യമാണ്! ഈ BJP സ്വാഭാവികമായിട്ടും എന്തോ ആളാവാം. മോഹൻലാൽ അവാർഡ് വാങ്ങാൻ പോകുന്നില്ലെങ്കിൽ മോഹൻലാൽ അവാർഡ് വാങ്ങാൻ പോകുന്നില്ല. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നിരസിച്ച് മോഹൻലാൽ എന്തുകൊണ്ട് മോഹൻലാൽ അവാർഡ് വാങ്ങാൻ പോകുന്നില്ല? ഇന്നൊക്കെയുള്ള ചോദ്യങ്ങളിട്ട് റേറ്റിംഗ് കൂട്ടാനല്ലേ പൊന്നു ചേച്ചിമാരെ? ഇത്രയും വിവരമില്ലാത്ത ഈ ഊളകളോട് എന്ത് പറയാനാണ്?
എന്നുവെച്ചാൽ ഈ മാധ്യമരംഗത്ത് ഒരു പ്രശ്നമുണ്ട്. റെക്കമെൻഡേഷൻ വഴി കയറിയ കുറെ എണ്ണമുണ്ട്. റെക്കമെൻഡേഷൻ മതി. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ചാനലിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അവരങ്ങ് കയറും, ചാനലിൽ ജോലിക്ക് കയറും. കഴിവുള്ളവർ എപ്പോഴും പുറത്തേക്ക്, ഒരുപാട് കഴിവുള്ളവര് ആപ്ലിക്കേഷൻ അയച്ചാലും ജോലിക്ക് എടുക്കില്ല. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയോ സുഡാപ്പികളുടെ നേതാവിൻ്റെയോ ഒരു കോൺഗ്രസ്സുകാരൻ്റെയോ ഒരു BJP-കാരൻ്റെയോ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ വിവരവും വേണ്ട, വിദ്യാഭ്യാസവും വേണ്ട, തലയ്ക്കകത്ത് ആള് താമസവും വേണ്ട, ചാനലുകാരെ ഏറ്റെടുത്തോളും. പിന്നെ അങ്ങ് വലിയ സംഭവം എന്നാണ് വിചാരം. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത് ഒരു ഊള ചോദ്യമായിട്ടൊരു മാധ്യമപ്രവർത്തകർ വന്നല്ലോ, കൈരളിയുടെ പെൺപുലി, ഞാനിതാ കൈരളിയുടെ പെൺപുലി എന്ന് പറഞ്ഞു വന്നു. പക്ഷെ ആളിക്കത്തിയില്ല, അണഞ്ഞുപോയി എന്ന് മാത്രം. കാരണം ഇതിന്റെയൊക്കെ സ്ഥിര സ്വഭാവം ഇതാണ്. ആളാവാനും വൈറലാകാനും വേണ്ടി ഇപ്പൊ വൈറലാകാൻ എന്ത് മാർഗം ഉണ്ട് എന്ന് വിചാരിച്ചു. ഇനി നാളെ ഈ BJP-ക്കാരുടെ ഏതെങ്കിലും നേതാക്കന്മാർ പോകുമ്പോൾ ഒരു കാലം വെച്ചു കൊടുക്കും. അപ്പൊ അവര് വീഴും, BJP-യുടെ നേതാവിനെ തള്ളി താഴെയിട്ട് കൈരളിയുടെ പെൺപുലി, അല്ലെങ്കിൽ BJP-യുടെ നേതാവിനെ മൈക്ക് കൊണ്ട് കുത്തി റിപ്പോർട്ടറിന്റെ പെൺപുലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളാവാനുള്ള ഒരു സാഹചര്യം. അപ്പോ ലാലേട്ടന്റെ ആ പുച്ഛഭാവം നിങ്ങളൊന്ന് കേൾക്കണം. കാരണം നിങ്ങളൊന്ന് കാണണം. ആ വീഡിയോ ഞങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും വിവരമില്ലാത്ത ഏത് ഊളയാണ് ആ ചോദ്യം ചോദിച്ചത് എന്നുള്ളതാണ്. ഏതെങ്കിലും പുരസ്കാരം ലാലേട്ടൻ വാങ്ങാൻ പോകാതിരുന്നിട്ടുണ്ടോ? ഏത് വലിയ പുരസ്കാരമാണെങ്കിലും ചെറിയ പുരസ്കാരമാണ്, അദ്ദേഹം എല്ലാ പുരസ്കാരങ്ങളെയും അതിൻ്റെതായ ബഹുമാനത്തോടെ കാണുന്ന ഒരു മനുഷ്യനാണ്. എല്ലാ രീതിയിലും എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു മകനെയൊക്കെ കിട്ടണമെങ്കിൽ ആ അമ്മ എത്ര പുണ്യം ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായി നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെതായ കുറവുകളുണ്ട്. ഇപ്പോൾ ഇതിന്റെ താഴെ വരും, ഇവനെപ്പോലൊരു ഊള, ഇവൻ പെണ്ണുപിടിയനാണ്. സ്വാഭാവികമായിട്ട് പെണ്ണ് കേസല്ലേ കൊണ്ടിടാനുള്ളൂ, പറയും പെണ്ണുപിടിയനാണ്. ഇപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തന്നെ മനോരമയിലൊരു ഭയങ്കര സംഭവം എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യമാണ്, താങ്കൾക്ക് 3500 സ്ത്രീകളുമായി താങ്കൾക്ക് ബന്ധമുണ്ടായിരുന്നപ്പോൾ താങ്കൾ അത് ആഘോഷിച്ചു എന്ന് പറയുന്ന കേട്ട്. ശരി, ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പെണ്ണുങ്ങൾക്ക് പരാതിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ കൂടെ 3000 അല്ല 5000 സ്ത്രീകൾ കഴിഞ്ഞാലും അവരാരും പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമല്ലേ? അദ്ദേഹം എത്ര സ്ത്രീകളോടൊപ്പം പോണം, എത്ര സ്ത്രീകളോടൊപ്പം അദ്ദേഹം കഴിയണം. ആ സ്ത്രീകൾക്ക് പരാതിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നാട്ടുകാർക്ക് എന്താണ് ഇത്ര സൂക്കേട്? ആർക്കും ആരെ കൂടെ വേണമെങ്കിലും പോകാം. സ്ത്രീക്കും പുരുഷനും പരാതി ഇല്ലെങ്കിൽ, പരാതി ഉള്ളപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തീവ്രത കൂടിയതും തീവ്രത കുറഞ്ഞതും ഒക്കെ അളക്കാൻ നമുക്ക് പോകേണ്ടി വരുന്നത്. പരാതി ഇല്ലെങ്കിൽ അതൊരു വിഷയമേ അല്ല. ആർക്കും ആരെ കൂടെ എപ്പോ വേണമെങ്കിലും പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ മുതൽ രാവിലെ മുതൽ കയറി എല്ലാവരും ആരെങ്കിലും കൂടെ പോകണമെന്നല്ല പറയുന്നത്. അവനവന് താല്പര്യം ഉണ്ടെങ്കിൽ പോകാം, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ മോഹൻലാലിന്റെ ഇതൊരു നിസ്സാര കാര്യമായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പരമോന്നതമായ ഒരു പുരസ്കാരമാണ് അദ്ദേഹത്തെ തേടിയെത്തുന്നത്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന, എല്ലാ രീതിയിലുമുള്ള അഭിനയം കാഴ്ചവെച്ച് ഒരു പൂർണ്ണതയിലെത്തി എന്ന് തന്നെ നമുക്ക് തോന്നുന്ന തരത്തിൽ കിട്ടുന്ന ഒരു അവാർഡാണത്. അത് വാങ്ങാൻ ലാലേട്ടൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത് ചേച്ചി? നിങ്ങളോടൊക്കെ ഒന്നും പറയാനില്ല. ബുദ്ധിയില്ലായ്മ അതൊരു പ്രശ്നമല്ല, നിങ്ങൾക്കൊന്നും അതൊരു പ്രശ്നമല്ല. നടത്തിക്കോ, ഇനിയും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരുപാട് വരട്ടെ.